ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അമാന്തം കാണിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പലതവണ വന്നതാണ്. അതിന് പകരം ക്രൈംബ്രാഞ്ച് കൃത്യമായി അന്വേഷണം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നു, കൃത്യമായ ഒരു സംഘത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരങ്ങളാണോ? അപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ എവിടെയാണ് എന്ന് പോലും വിവരമില്ലാത്ത ആനന്ദ്കുമാറിനെ ചോദ്യം ചെയ്യുന്നതിലടക്കം നടപടികളിലേക്ക് കടക്കും അന്വേഷണ സംഘം എന്നാണോ ഏറ്റവും പുതിയ വിവരം? ഇന്നലെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPയും ക്രൈംബ്രാഞ്ച് ADGPയും മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. ആ പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്ന് രൂപീകരിക്കുക. അതിൽ എത്ര പേര് അടങ്ങുന്നതായിരിക്കും ഈ സംഘം, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വൈകാതെ തന്നെ വ്യക്തമാകുമെന്നാണ് അറിയുന്നത്. ഈ കാര്യങ്ങളിൽ ഇന്നലെ തന്നെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇപ്പോഴും നിരവധി പരാതികളാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ എക്കണോമിക് ഒഫൻസ് വിംഗ് ആണ് ഇത്തരം കേസുകൾ സാധാരണയായി കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്കണോമിക് ഒഫൻസ് വിംഗിലെ പ്രത്യേക ഉദ്യോഗസ്ഥരെ അടക്കം നിയോഗിച്ചുകൊണ്ടായിരിക്കും ഈ അന്വേഷണ സംഘം രൂപീകരിക്കുക. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി മാറുന്നത് ഇപ്പോഴും 1000 കോടിയുടെ ആണോ അതോ അതിന് മുകളിലേക്ക് ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയുണ്ടോ, ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരാനുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത തരത്തിൽ നടന്ന ഒരു വൻ സാമ്പത്തിക തട്ടിപ്പിന്റെ ആദ്യഘട്ടം വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പങ്കുവെക്കുന്നത്. അതായത് അതിന് അത്രമാത്രം വലിയ വ്യാപ്തിയുണ്ട്. അവിടെ പ്രധാനപ്പെട്ട കാര്യം അനന്തകൃഷ്ണൻ എന്നൊരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സമൂഹത്തിലെ പല പ്രമുഖർക്കും ഈ സംഭവവുമായി പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പ്രമുഖരിലേക്ക് അന്വേഷണം നീളുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. കണ്ണൂരിൽ ഇതിനോടകം തന്നെ സായിഗ്രാമം ഡയറക്ടറും NGO കോൺഫെഡറേഷന്റെ ഭാരവാഹിയുമായിരുന്ന അനന്തകുമാറിനെതിരെ ഇതിനോടകം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴയിലും സമാനമായ തരത്തിൽ അനന്തകുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടും എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ അനന്തകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നേക്കും. എടുത്തു പറയേണ്ട കാര്യം, ശാസ്തമംഗലത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം എത്തുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ആ വീട് പൂട്ടിയ നിലയിലാണ്. അവിടെ സെക്യൂരിറ്റി ജീവനക്കാരോട് ചോദിക്കുമ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല എന്നൊരു മറുപടി മാത്രമാണ് തരുന്നത്. അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിക്കുമ്പോൾ ബെല്ലടിക്കുന്നുണ്ട് എങ്കിലും കുറച്ചധിക ദിവസങ്ങളായി യാതൊരു പ്രതികരണവുമില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത് നിന്നിരുന്ന ആളുകൾ NGO കോൺഫെഡറേഷന്റെ മറ്റംഗങ്ങളടക്കം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അനന്തകുമാർ എവിടെ, ഇയാൾക്ക് രക്ഷപ്പെടാനായുള്ള അവസരം പോലീസ് നൽകിയോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അനന്തകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ എന്താണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരികയുള്ളൂ. അവർണ, ഞാൻ വരാം, ഡാൻ തിരികെ എത്താം. ആജ്ഞ രവീന്ദ്രൻ കൂടെ നമുക്കൊപ്പം ചേരുന്നു. ഏതായാലും അനന്തുവിനെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. ഇതിനിടയിൽ പുറത്തു വരുന്നത് 21 അക്കൗണ്ടുകൾ അനന്തു ഡീല് ചെയ്തിരുന്നു. ഈ പണമെല്ലാം അക്കൗണ്ടിലേക്ക് മാറ്റി ആഡംബര ജീവിതത്തിനായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഏത് തരത്തിലാണ് ഈ പണം ചെലവഴിക്കപ്പെട്ടത്? 21 അക്കൗണ്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ ഈ അക്കൗണ്ടുകൾ എപ്പോൾ തുടങ്ങിയതാണ്? ഇതിൽ ഒരു പരിശോധനയും നടന്നില്ലേ? ഇത് ഇതുവരെ ആർക്കും മനസ്സിലായില്ലേ എന്നുള്ള അടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഇതിന് തൊട്ടുപിറകെ വരുന്നുണ്ട്. ഈ പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ് ഇപ്പോൾ? അപർണ, അനന്തു സ്വന്തം പേരിൽ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്നൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത ശേഷം അതിലൂടെയാണ് പകുതി വില തട്ടിപ്പിലൂടെ ലഭിച്ച പണം തിരിമറി നടത്തിയതെന്നാണ് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി അക്കൗണ്ടുകളുണ്ട്. അതും പനമ്പള്ളി നഗറിലെ കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ ബ്രാഞ്ചിലുള്ള അക്കൗണ്ടുകളിൽ നിന്നും പണം ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അത് നിരവധി വലിയ തുകയുടെ ഇടപാടുകളാണ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ മാത്രം അനന്തകൃഷ്ണൻ കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പോയത് 6 തവണയാണ്. ആ വിമാനയാത്രയ്ക്ക് മാത്രം ഏകദേശം 4 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള യാത്രയിൽ പലയിടത്തും, കേരളത്തിലും ഡൽഹിയിലും ഉൾപ്പെടെ പലയിടത്തും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് അനന്തകൃഷ്ണൻ താമസിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ദിവസം 25,000 രൂപ വരെ റെന്റുള്ള, വാടകയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ചു എന്ന് തന്നെയാണ് വെളിപ്പെടുന്നത്. ഈ
പറയുന്നത് പോലെ ഒരു 3-3.5 ലക്ഷം രൂപ അതിനും ചെലവഴിച്ചിട്ടുണ്ട്. എന്താണ് അനന്തു കൃഷ്ണ ഈ ഇത്ര തവണ ഡൽഹിയിലേക്ക് പോകാനുള്ള ഉണ്ടായ സാഹചര്യം എന്താണെന്ന് പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. അതുപോലെ അനന്തു കൃഷ്ണൻ തനിച്ചാണോ ഈ യാത്ര നടത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും 21 അക്കൗണ്ടുകളാണ് അനന്തു കൃഷ്ണന്റെ മാത്രം പേരിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അനന്തു കൃഷ്ണൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അതായത് അനന്തു കൃഷ്ണന്റെയും രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെയും പേരിലാണ് സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നുണ്ട്. പനമ്പള്ളി നഗറിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് കഴിഞ്ഞ ദിവസം പൂട്ടിയിരുന്നു. ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അത് പൂട്ടിയിരുന്നു. ഇങ്ങനെ ഈ സംസ്ഥാനത്തുടനീളം ഇത്തരം കമ്പനികൾ ഉണ്ടോ, അല്ലെങ്കിൽ കൊച്ചിയിൽ സോഷ്യൽ ബി വെഞ്ചേഴ്സ് മാത്രമേ ആണോ അനന്തു കൃഷ്ണൻ ഇങ്ങനെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി എന്നുള്ള കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ 21 അക്കൗണ്ടുകൾ അനന്തു കൃഷ്ണന്റെ പേരിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളിലൂടെയൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തുന്നുണ്ട്. അപർണ, ഓക്കെ, ഞാൻ തിരികെ എത്താം. ഡാൻ കുര്യൻ, ഡാൻ, ഈ ക്രൈംബ്രാഞ്ച് ഇത് പറഞ്ഞ പോലെ വലിയ വ്യാപ്തിയിൽ നടന്ന ഒരു തട്ടിപ്പായതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് അതാണോ ഉദ്ദേശിക്കുന്നത്? അനന്തകൃഷ്ണന്റെ സ്ഥാപനത്തിലുള്ള ജീവനക്കാരെ, ഈ പറഞ്ഞ പോലെ ആനന്ദകുമാറിന്റെ സ്ഥാപനത്തിലുള്ള ജീവനക്കാരെയും ചോദ്യം ചെയ്യുമോ? രാഷ്ട്രീയ പ്രതിനിധികളുടെ പേരുകൾ പുറത്തു വന്നതായി അല്ലെങ്കിൽ നൽകിയതായിട്ടുള്ള വിവരങ്ങൾ ഇന്നലെയൊക്കെ പുറത്തു വന്നതാണ്. എറണാകുളം, കോട്ടയം ജില്ലകളിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ആ വിഷയവും ഈ അന്വേഷണത്തിലുണ്ടോ? ആ പേരുകൾ എന്തെങ്കിലും പുറത്തു വരാനുള്ള സാധ്യതയുണ്ടോ? അപർണ, നമുക്കറിയാം ഈ സമാനമായ തരത്തിൽ നേരത്തെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ, അവിടെ നിർമ്മൽ ചന്ദ്ര തട്ടിപ്പ്, ചിട്ടി തട്ടിപ്പ് കേസ് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ടും സമാനമായ തരത്തിൽ ആയിരക്കണക്കിന് പരാതികളാണെന്ന് ഉണ്ടായത്. ഇങ്ങനെയുള്ള പരാതികൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഈ പരാതികൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക അദാലത്ത് രൂപീകരിക്കുകയും അവിടെ ഈ പരാതികൾ നൽകുകയും അവിടെ ലഭിക്കുന്ന പരാതികൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലായിരുന്നു മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ ജില്ലകളിലും നടന്നിട്ടുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് എല്ലാ ജില്ലകളിലേക്കും, ഈ പരാതി ഉയർന്ന എല്ലാ ജില്ലകളിലേക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തേണ്ടതുണ്ട്. അവിടെയാണ് ക്രൈംബ്രാഞ്ച് മേധാവി എടുക്കുന്ന തീരുമാനം ഇതിൽ നിർണായകമാകുക. അതായത് ഓരോ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംഘത്തിന് രൂപം നൽകുമോ, അതോ ഇത് മുഴുവനായി ഏകോപിപ്പിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കുമോ? അവരെ സഹായിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസിലെ മറ്റ് ഉദ്യോഗസ്ഥർ ഒരു സഹകരണം കൂടി ഉറപ്പുവരുത്തുമോ? ഈ കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ ഒരു വ്യക്തത കൈവരും. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പോലീസിന്റെ കൂടി സഹകരണത്തോടെ ആയിരിക്കും ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം നടത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അതിന്റെ വ്യാപ്തി അത്രത്തോളമുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ പണം ആർക്കൊക്കെ കൈമാറിയിട്ടുണ്ട്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന പേരിൽ 2% തുക ഈ വിവിധ NGOകൾക്ക് നൽകുമെന്ന് അനന്തകുമാറും അനന്തകൃഷ്ണനും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നായിരുന്നു NGO കോൺഫെഡറേഷനിലെ മറ്റംഗങ്ങൾ ഇന്നലെ നമ്മളോട് തന്നെ വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഈ പണം 2% എന്ന പേരിൽ ആർക്കൊക്കെ കൈമാറിയിട്ടുണ്ട്? ഇതൊക്കെ ആരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ്? ഇത് സ്വകാര്യ ബാങ്ക് അക്കൗണ്ടുകളാണോ, അത് ഏതെങ്കിലും ട്രസ്റ്റിന്റെ പേരിലുള്ള അക്കൗണ്ടാണോ? ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത കൈവരാനുണ്ട്. അതോടൊപ്പമാണ് എടുത്തു പറയേണ്ടത്, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായി അനന്തകൃഷ്ണന് വ്യക്തിബന്ധമുണ്ടായിരുന്നു. ആ വ്യക്തിബന്ധം ഉപയോഗിച്ച് അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഈ കൂടുതൽ ഗുണഭോക്താക്കളെ ഈ വിവിധ പ്രോജക്റ്റുകളുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇതിനോടകം തന്നെ പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട്. അവിടെയാണ് രാജീവ് കാന്തപുരം ഉൾപ്പെടെയുള്ളവർ ആരോപണ വിധേയരായത്. ഒരുപക്ഷേ അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് പെരിന്തൽമണ്ണയിലടക്കം കടക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അറിയാനുള്ളത്, ബോധപൂർവം അനന്തകൃഷ്ണൻ നടത്തിയിരുന്നത് തട്ടിപ്പ് തന്നെയാണ് എന്ന ബോധ്യത്തോടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന പ്രമുഖരോ അനന്തകൃഷ്ണനെ സഹായിച്ചിരുന്നോ? അവിടെയാണ് ഇനി വ്യക്തത വരാനുള്ളത്. അവിടെ കൃത്യമായി പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചന അനുസരിച്ച് സായി ഗ്രാമം ഡയറക്ടർ കൂടിയായ അനന്തകുമാറിനെ കൂടി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായി മാറുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് ഔദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. ഓക്കെ, ഞാൻ തിരികെ